ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്പോഡ്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജ്പോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് നിങ്ങളുടെ പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്ന കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പരീക്ഷ വരുന്ന സമയത്ത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മെയിനായിട്ട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, പാഠഭാഗങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം കുറച്ച് ടോപ്പിക്കുകൾ പറയണം. ഇതിൽ നിങ്ങൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് നോക്കുക, അതിനനുസരിച്ചുള്ള മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 65 മാർക്ക് അല്ലെങ്കിൽ 65 കൂടുതൽ മാർക്ക് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ സാർ എന്തുകൊണ്ടാണ് A+ ഇല്ലാത്ത വെച്ചാൽ A+ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി എഫേർട്ട് എടുത്താൽ മതിയാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ച കാര്യം മറക്കണ്ട, ഒരു 65 മാർക്കിന് നിങ്ങൾ ഈ പാഠഭാഗങ്ങൾ പഠിച്ചിട്ട് നോക്കുക. ഇത് വെറുതെ ചുമ്മാ വന്നിട്ട് വെറുതെ ഒരു വീഡിയോ ആയിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് 2016 ഞാൻ +2 പരീക്ഷ എഴുതിയ സമയം മുതൽ കഴിഞ്ഞ വർഷം +2 പരീക്ഷ എഴുതിയ ആൾക്കാരുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കംപ്ലീറ്റ് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ മോഡലും കസ്റ്റമേഴ്സും എല്ലാ എക്സാമിൻ്റെയും അതുപോലെ തന്നെ ട്രെൻഡൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഏരിയകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്, വേറെ ഒന്നുമല്ല. ഈ 699 രൂപയുടെ ബാച്ചിനെ കുറിച്ച് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സംഗതി എനിക്ക് ആകെ ഇത്രേ പറയാനുള്ളൂ, നിങ്ങളിപ്പോൾ പഠിക്കാൻ ഈ തയ്യാറാവുന്നുണ്ടെങ്കിൽ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് തയ്യാറാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു A+ മാർക്ക് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ 80 ഔട്ട് ഓഫ് 80 എന്ന് പറഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇനി അഥവാ +1 മാർക്ക് കുറവാണെങ്കിൽ പോലും ഇവിടുത്തെ മാർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം 200-ൽ ആകെ ഫുൾ A+ കിട്ടാൻ, 200-ൽ നമ്മുടെ എക്കണോമിക്സിന് A+ കിട്ടാൻ എന്ത് മതി, 2 വർഷം കൊണ്ട് ആകെ നമുക്ക് 180 മാർക്ക് മതി. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ആകെ 80 മാർക്ക്, അതായത് എഴുതിയിട്ട് 60 മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, പ്ലസ് 20 മാർക്ക് സി, മൊത്തം 80 മാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഈ വർഷം നിങ്ങൾ ഫുൾ മാർക്ക് അടിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ A+ലേക്ക് എത്താൻ പറ്റും, എക്കണോമിക്സിൻ്റെ A+ലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവൽ കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക, എന്നിട്ട് മാത്രം ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മെയിനായിട്ട് 4 ഏരിയകളാണ് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള കാര്യമാണ് ടൈപ്സ് ഓഫ് എക്കോണമീസ്. ഓക്കെ, പ്രധാനപ്പെട്ട നമ്മുടെ ഈ പറഞ്ഞ ഉൽപാദന മേഖലകൾ 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഗവൺമെൻറ്റിന് മാത്രം വരുന്ന അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ മാത്രമല്ല ഈ പറഞ്ഞ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്നറിയപ്പെടുന്ന സോഷ്യലിസം. നെക്സ്റ്റ് വൺ ക്യാപിറ്റലിസം അഥവാ ഈ പറഞ്ഞ മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം എന്നറിയപ്പെടുന്ന നമ്മുടെ മുതലാളിത്തം. പിന്നെ സോഷ്യലിസത്തിൻ്റെ കൂടത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും കൂടെ തന്നെ മിക്സഡ് എക്കോണമി, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് എക്കോണമിക്സ് നിർബന്ധമായിട്ട് നോക്കുക. അതുപോലെ ബേസിക് എക്കണോമിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സംഗതി വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യമാണ്. അതായത് മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം, ഒരു സാമ്പത്തിക പ്രശ്നം നേരിടുമ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട 2 ബുക്കുകൾ, ഒന്ന് നമ്മുടെ വെൽത്ത് ഓഫ് നേഷൻസും മറ്റൊന്ന് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഈ 2 പുസ്തകം എഴുതിയതാരാണ്, അത് എഴുതിയ വർഷം ഏതാണ് നോക്കി വെക്കൽ നിർബന്ധമാണ്. അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, നമുക്കറിയാം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ PPC അല്ലെങ്കിൽ PPF എന്ന് പറഞ്ഞ ഇയാളെക്കുറിച്ച് ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മൈക്രോയിലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ലൈനാണ് ബജറ്റ് ലൈനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. ബജറ്റ് ലൈൻ എന്താണ്, അതിൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, സ്ലോപ്പ്, ബജറ്റ് ലൈൻ ഇക്വേഷൻസ്, ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. അത് വരക്കാനും പഠിക്കണം, കാരണം 8 മാർക്കിന് ചോദ്യം പോലും എന്ത് ചെയ്യാറുണ്ട്, അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ബജറ്റ് കൺസ്ട്രെയിൻറ്റ്, ബജറ്റിൻ്റെ പരിമിതികളായിട്ടുള്ള P1, P2, M എന്ന് പറയുന്ന 3 എന്താണെന്ന് പഠിക്കുക. നെക്സ്റ്റ് essay ക്വസ്റ്റ്യൻ വരുന്ന ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ 8 മാർക്കിൻ്റെ കൺസ്യൂമർ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഉപഭോക്തൃ സന്തുലിതാവസ്ഥ, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ എന്ന പേരിൽ ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ദെൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസിക്കൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്നാണ് ഇക്വേഷൻ. ഇത് മാത്രം പോരാ, കാരണം നമ്മുടെ ലൈനിൽ വരയ്ക്കുന്നത് അഥവാ ഗ്രാഫിക്കൽ മെത്തേഡ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡയഗ്രാംസും വെച്ചിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 5 ടൈപ്പുകൾ വരുന്നത് എന്ത് ചെയ്യുക, ഡയഗ്രാംസിൻ്റെ നോക്കണം, അതുപോലെ ഗ്രാഫിക്കൽ മെത്തേഡ് നോക്കണം. മൊത്തം നമുക്ക് ഈ മെത്തേഡുകൾ ഇലാസ്റ്റിസിറ്റി പഠിക്കൽ നിർബന്ധമാണ്. ഓക്കെ, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, ചോദിച്ചിട്ടും മതിയാവാത്തൊരു ചോദ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ നിസ്സംഗത വക്രത്തിൻ്റെ സവിശേഷതകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഒരു 3 എണ്ണമെങ്കിലും മിനിമം നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് ലോ ഓഫ് ഡിമാൻഡ് നിയമം വല്ലപ്പോഴും മാത്രമേ മുൻപൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ച് മുൻപായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചേക്കണം. ലാസ്റ്റ് വൺ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അഥവാ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു 15 മാർക്കോളം ആണ് ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിന് കഴിഞ്ഞ വർഷം മാത്രം പബ്ലിക് എക്സാമിനും മോഡലിനും ചോദിച്ചിട്ടുള്ളത്. നിർബന്ധമായിട്ടും അത് ഫോക്കസ് ചെയ്ത് പഠിക്കും. നെക്സ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് അഥവാ മൈക്രോയിലെ 3ാമത്തെ ഉണ്ട്.
ഈ പറയുന്ന മൈക്രോയിലെ മൂന്നാമത്തെ യൂണിറ്റ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അഥവാ ഉൽപ്പാദന ധർമ്മങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഷോർട്ട് റണ്ണിൽ വരുന്നുണ്ട്, മറ്റൊന്ന് ലോങ് റണ്ണിൽ വരുന്നുണ്ട് അല്ലേ. ഈ ഷോർട്ട് റണ്ണിലാകുമ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വിഭേദകാനുപാത നിയമം എന്ന് പറയുന്ന ഷോർട്ട് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അത് പഠിക്കുക. അത് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുക ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലാണ് അല്ലെങ്കിൽ ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന അതാണ് പിന്നീട് ചോദിക്കാറുള്ളത്. നിർബന്ധമായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ നോക്കി വെക്കണം. പിന്നെ നോക്കാനുള്ളത് ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഐസോകോണ്ട് അഥവാ നമ്മൾ പറയും ഉൽപാദന വക്രമാണല്ലേ. എന്തിൻ്റെ ഉൽപാദന വക്രം? സമ ഉൽപാദന വക്രം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. പക്ഷെ അതിൻ്റെ പേര് എന്ത് തന്നെയാണ്? ഐസോകോണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഐസോകോണ്ടും അതിൻ്റെ സവിശേഷതയും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് APMP ഇവർ തമ്മിലുള്ള റിലേഷനും അതുപോലെ TPMP ഇവർ തമ്മിലുള്ള റിലേഷനാണ് പഠിക്കേണ്ടത്. നമുക്കറിയാം TPയും APയും MP ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റും അതിൻ്റെ ടൈപ്പുകളും പഠിക്കാനുണ്ട്. അതായത് കോസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിൻ കോസ്റ്റ് ആൻഡ് ഷോർട്ട് റൺ എന്തുണ്ട് നമ്മൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ നമുക്ക് എന്ത് ചെയ്യണം? ലോങ് റണ്ണിലെ ആവറേജ് കോസ്റ്റും മാർജിൻ കോസ്റ്റും കൂടി പഠിക്കാനുണ്ട്. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ളതാണ് ടോട്ടൽ കോസ്റ്റുകളുടെ ടോട്ടൽ വെച്ചിട്ടുള്ളതും പഠിക്കാനുണ്ട്, ആവറേജ് വെച്ചിട്ടുള്ളതും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ മൊത്തം 7 ടൈപ്പ് കോസ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിച്ചു വെക്കണം. ദെൻ ACയും MCയും തമ്മിലുള്ള റിലേഷനോ അല്ലെങ്കിൽ AVCയും MCയും തമ്മിലുള്ള റിലേഷനോ അല്ലെങ്കിൽ AVCയും ACയും തമ്മിലുള്ള റിലേഷനോ ചോദിക്കാറുണ്ട്. അത്രയും പഠിച്ചു വെക്കുക. ദെൻ നാലാമത്തെ ഉണ്ട് നമ്മുടെ തിയറി ഓഫ് പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് എപ്പോഴും എസ്സേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ലോങ് റണ്ണിലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലോങ് റണ്ണിലെയോ ഷോർട്ട് റണ്ണിലെയോ എന്ത് ചെയ്യും? പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ ഇക്വിലിബ്രിയം ചോദിക്കാറുണ്ട്. ഈ പറയുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ് ആണ് ചോദിക്കാറില്ലേ. മിക്കവാറും അത് ഷോർട്ട് റൺ ആണ് ചോദിക്കുക വിത്ത് കണ്ടീഷൻസ്. എത്ര കണ്ടീഷൻസ് ഉണ്ട്? 3 കണ്ടീഷൻസോട് കൂടി അല്ലേ. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. 8 മാർക്കിനെങ്കിലും എന്ത് ചെയ്യാറുണ്ട്? എസ്സേ ചോദിക്കാറുണ്ട് ആ ചാപ്റ്ററിന്. ദെൻ കഴിഞ്ഞ ചാപ്റ്റർ നമുക്കൊരു 11 മാർക്കിനാണ് പ്രതീക്ഷിക്കാവുന്നതെങ്കിൽ ഈ പറയുന്ന ചാപ്റ്റർ നമുക്കൊരു 14 മാർക്ക് വരെ എന്ത് ചെയ്യാറുണ്ട്? ചോദിച്ച് കണ്ടിട്ടുണ്ട് മുൻപ്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു നോക്കണം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ ഫീച്ചേഴ്സാണ്, സവിശേഷതകൾ പഠിച്ചു നോക്കണം. അതുപോലെ ബ്രേക്ക് ഈവൻ, ഷട്ട് ഡൗൺ, നോർമൽ പ്രോഫിറ്റ്, ലോസ്, ദെൻ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഇങ്ങനെ 5 കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അതിൽ 1 മാർക്കിന് പോയിട്ട് എന്ത് ചെയ്യാം? 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരെയായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താ, ഷട്ട് ഡൗൺ പോയിന്റ് എന്താ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്താ, നോർമൽ പ്രോഫിറ്റ് എന്താ, ലോസ് എന്താ. അഥവാ നമ്മൾ പറയും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന പേരാണ് അമിത ലാഭം അല്ലേ. അമിത ലാഭം കിട്ടുന്ന ഭാഗമാണ്. നോർമൽ പ്രോഫിറ്റ് സാധാരണ ലാഭം കിട്ടുന്നതാണ്. ലോസ് നഷ്ടം വരുന്നതാണ്. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് അത് തന്നെ. ഷട്ട് ഡൗണിൻ്റെ പേരാണ് അടച്ചുപൂട്ടൽ പോയിന്റ് അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ ബിന്ദു എന്ന് പറയും. ഈ കാര്യങ്ങൾ നോക്കി വെക്കണം. നെക്സ്റ്റ് ലോങ് റണ്ണിലെ സപ്ലൈ കർവ് വല്ലപ്പോഴും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചു വെക്കണം. സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ചോദ്യം പഠിച്ചു വെക്കണം. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ ARഉം MRഉം തമ്മിലുള്ള റിലേഷനോ അല്ലെങ്കിൽ TRഉം MRഉം തമ്മിലുള്ള റിലേഷനോ ചോദിക്കാറുണ്ട്. ഇനി മൈക്രോയിലെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 5ാമത്തെ ചാപ്റ്ററിന് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഭാഗമാണ്. ഈ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് മാർക്കറ്റ് ഡിമാൻഡ്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് സപ്ലൈ പഠിക്കുക. അത് വെച്ച് നിങ്ങൾ പഠിക്കേണ്ട മെയിൻ കോൺസെപ്റ്റാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയവും അതുമായിട്ട് ബന്ധപ്പെട്ട QD/QS പ്രോബ്ലവും. പിന്നീട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 2 ആൾക്കാരാണ് പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിംഗും. അഥവാ പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറവിലയും അതുപോലെ തന്നെ തറവില അതുപോലെ വില പരിധി. ഈ 2 ആൾക്കാർ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവും സപ്ലൈ കർവും എന്ത് ചെയ്യാറുണ്ട്? മുൻപൊക്കെ ചോദിച്ച പോലെ തന്നെ ഇപ്പം പ്രാക്ടിക്കൽ ലെവല്, ആപ്ലിക്കേഷൻ ലെവല്, സ്റ്റാൻഡേർഡ് ലെവൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവും വെച്ച് നമ്മൾ ഇക്വിലിബ്രിയം ഇങ്ങനെ വരച്ചു അല്ലേ. എന്നിട്ട് ഡിമാൻഡ് കർവ് മാത്രം മാറുന്ന ചിത്രം ഉണ്ടാവും, അല്ലെങ്കിൽ ഡിമാൻഡ് കർവും സപ്ലൈ കർവും വരച്ചിട്ട് സപ്ലൈ കർവ് മാത്രം മാറുന്ന ചിത്രം ഉണ്ടാവും. ഇങ്ങനെ എങ്ങനെയായാലും വരച്ച് പഠിക്കൽ നിർബന്ധമാണ്. ദെൻ എക്സസ് ഡിമാൻഡ് എന്താ, എക്സസ് സപ്ലൈ എന്താണെന്നുള്ള കാര്യം നോക്കി വെക്കണം. ഇനി മാക്രോയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് മാക്രോയുടെ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് ഗുഡ്സ്. നമുക്കറിയാം ഗുഡ്സ് പലതരത്തിലുണ്ട്. നോർമൽ ഗുഡ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, ലക്ഷറി ഗുഡ്, ഇൻഫീരിയർ ഗുഡ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിന് പുറമെ പബ്ലിക് ഗുഡും പ്രൈവറ്റ് ഗുഡും മെറിറ്റ് ഗുഡും ഡീമെറിറ്റ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് 11ഓളം ഗുഡ്സ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ മാക്രോയിലെ 1 അതുപോലെ തന്നെ 5 ചാപ്റ്ററുകൾ ചേർത്തിട്ടാണ് ഈ പറഞ്ഞ 11 ഗുഡ്സ് വരുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഗുഡ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. 1 മാർക്ക് മുതൽ 3 മാർക്ക് വരെ മാക്സിമം അവിടുന്ന് ചോദിക്കാറുള്ളൂ. ഇനി അടുത്ത പഠിക്കേണ്ട കാര്യമാണ് സ്റ്റോക്ക് എന്താണ്, ഫ്ലോ എന്താണെന്നുള്ള കാര്യം നിർബന്ധമായിട്ടും പഠിക്കണം. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ് മാക്രോ എക്കണോമിക്സിൻ്റെ ആവിർഭാവം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. ഇനി ഇതിൻ്റെ പുറമെ ഒരാളെ കൂടി ഞാനിവിടെ ചേർക്കണേ, സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി. ഓക്കെ, സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി. ഓക്കെ, ഒരു ഓപ്പൺ എക്കോണമി വരുന്ന
ഒരു ഓപ്പൺ എക്കോണമി ആയിട്ടുള്ള ഒരു എക്കോണമിയിൽ ഉണ്ടാകുന്ന സെക്ടേഴ്സ് 4 ഉണ്ട്. ആ 4 സെക്ടേഴ്സും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 1929 ഗ്രേറ്റ് ഡിപ്രഷനും ഈ പാഠത്തിൽ ചോദിക്കാം. പരീക്ഷയ്ക്ക് മാക്സിമം ഒരു 4 മാർക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് രണ്ടാമത്തെ ഉണ്ട് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണിത്. ഓക്കെ, എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നാഷണൽ ഇൻകമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസും അതുപോലെ തന്നെ ഈ പറഞ്ഞ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളത്. ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഉച്ചേവ മെത്തേഡ് എന്താണെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കാം. അതുപോലെ GDP കാൽക്കുലേഷൻ്റെ പ്രാക്ടിക്കൽ ലെവൽ പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ തിയറി മാത്രം പോരാ, അതിൻ്റെ പ്രാക്ടിക്കൽ കൂടി നമ്മൾ ചെയ്ത് പഠിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ നമുക്ക് അവിടെ നോക്കാനുള്ള അടുത്ത കാര്യം GDP ഡീഫ്ലേറ്റർ പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരാളുടെ ചോദ്യമാണ്. അപ്പോൾ GDP ഡീഫ്ലേറ്റർ കാണാൻ വേണ്ടി നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 നിർബന്ധമായിട്ട് പഠിക്കാം. ദെൻ അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് നോമിനൽ GDP റിയൽ GDP നമ്മൾ പറഞ്ഞു വെച്ചാൽ അതേ കാര്യം. ആൻഡ് ഫൈനലി സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ 2 സെക്ടർ മോഡൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 സെക്ടർ മോഡലിൽ എങ്ങനെയാണ് ഒരു എക്കോണമിയിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഫേംസിൻ്റെയും ഹൗസ് ഹോൾഡിൻ്റെ ഇടയിൽ നടക്കുന്നതിലെ ആ ചിത്രം സഹിതമുള്ളത് 2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ചോദിച്ചിട്ടുണ്ട്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നമുക്കറിയാം മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നതാണ് 3rd ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ആണ്. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മണി സപ്ലൈയുടെ മെഷേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ M1, M2, M3 ആൻഡ് M4. ഓക്കെ, ഈ പറഞ്ഞ 4 നിങ്ങൾ നോക്കിക്കുക, അതിൻ്റെ ഇക്വേഷൻസും പഠിച്ചു വെക്കണം. ദെൻ ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ പണത്തിനുള്ള ഡിമാൻഡ് ഇപ്പോൾ പലപ്പോഴായിട്ട് വളരെ റെയറായിട്ട് ചോദിക്കാറുള്ളൂ, അതുകൊണ്ട് വലിയ ഫോക്കസ് കൊടുക്കണ്ട, പക്ഷെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി അടുത്ത് ചോദിക്കുന്ന മണി മൾട്ടിപ്ലയറും CRRും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ചോദിക്കാറുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കിയേക്കണം. ദെൻ RBIയുടെ മോണിറ്ററി മെഷേഴ്സാണ്, അതാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, ഗുണാത്മകവും പരിമാണാത്മകവുപരമായിട്ടുള്ള ഈ പറഞ്ഞ RBIയുടെ മോണിറ്ററി മെഷേഴ്സ് നോക്കുക. ദെൻ ഫങ്ഷൻസ് ഓഫ് മണി, ഫങ്ഷൻസ് ഓഫ് RBI. ഓക്കെ, റിസർവ് ബാങ്കിൻ്റെ ധർമ്മം, പണത്തിൻ്റെ ധർമ്മം, അതിന് പുറമെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ധർമ്മം കൂടി നോക്കി വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മണി, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് RBI, അതേപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്ന 3 കൂടി നോക്കി വെക്കുക. ഈ 4ാമത്തെ ചാപ്റ്റർ 7 മാർക്കിനാണ് പറയുന്നതെങ്കിൽ പോലും അതിൽ കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ചാപ്റ്റർ. അതായത് ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും എക്സസ് ഡിമാൻഡും ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്താണെന്ന് വെച്ചാൽ പഠിച്ചു വെക്കണം. മെയിനായിട്ട് അവിടെ പഠിക്കേണ്ടത് ആഗ്രിഗേറ്റഡ് ഡിമാൻഡും സപ്ലൈയും വെച്ചിട്ട് 2 സെക്ടർ എക്കോണമിയിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞുള്ള ഭാഗമുണ്ട്, അത് പഠിച്ചേക്കുക. ദെൻ മൾട്ടിപ്ലയേഴ്സിൻ്റെ ചോദ്യം ഈ ചാപ്റ്ററിൽ വരുന്നതാണ്. അതുപോലെ APC, APS, MPC, MPS എന്ന് പറയുന്ന ഈ 4 ആൾക്കാരെ കാണാനുള്ള ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം 1 മാർക്ക് മുതൽ 5 മാർക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നോക്കുക. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എക്സാൻ്റെ എക്സ്പോസ്റ്റ് കോൺസെപ്റ്റുകളെ കുറിച്ച് പരീക്ഷ ചോദിച്ചിട്ട് എന്താണ് എക്സാൻ്റെ എന്താണ് എക്സ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നോക്കുക. ഇനി 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ നിങ്ങൾ മെയിനായിട്ട് ഗവൺമെൻറ് ബജറ്റ് എന്ന് പഠിക്കേണ്ടത്. ഗവൺമെൻറ് ബജറ്റും അതിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസും റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്ന റവന്യൂ ബജറ്റും ക്യാപിറ്റൽ ബജറ്റും എന്താണെന്ന് വെച്ചാൽ അത് പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഡെഫിസിറ്റുകൾ, പ്രൈമറി ഫിസ്ക്കൽ റവന്യൂ ഡെഫിസിറ്റുകൾ എന്തെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഡെഫിസിറ്റുകൾ കാണാനുള്ള ചോദ്യം, ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാവുന്ന കേട്ടോ. പരീക്ഷയ്ക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് എ ഗവൺമെൻറ് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ബജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പറഞ്ഞ കാര്യം ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റ് എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം കൂടി പഠിച്ചിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റ് ചോദിക്കുന്ന അതേ സമയം തന്നെ ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ഈ സാഡ് ഫംഗ്ഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റ് ചോദിക്കാം. നമ്മൾ ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അവിടെ നോക്കാനുള്ള ഫിസ്ക്കൽ പോളിസി ഓഫ് ദ ഗവൺമെൻറ് ആണ്. ഫിസ്ക്കൽ പോളിസി ഓഫ് ദ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും റയർ ആയിട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ എന്താണ്, അവിടെ 3 ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് 3 ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒന്ന് ഞാൻ പറയാം, ടാക്സേഷൻ ആണ്. ബാക്കിയുള്ള 2 ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് മാക്രോയിൽ പഠിക്കാനുള്ള അവസാനത്തെ ചാപ്റ്ററാണ് ഓപ്പൺ എക്കോണമി, മാക്രോ എക്കോണമിക്സ്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് കണ്ടന്റ് ഒന്നും പഠിക്കാനില്ല, പക്ഷേ കുറച്ച് പഠിക്കാനുള്ളൂ. പക്ഷെ മാറി മാറി ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഡീവാലുവേഷനും ഡിപ്രിസിയേഷനും നിർബന്ധമായിട്ട് പഠിക്കുക, കാരണം ഇത് പരീക്ഷയ്ക്ക് മുൻപ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതേസമയം നിങ്ങൾ പഠിക്കേണ്ടതാണ്, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റങ്ങളാണ്. 3 ഉണ്ട്. ഏതൊക്കെയാണ് 3? ഫിസ്ക്കൽ ഉണ്ട്, ഫിസ്ക്കൽ അല്ല, ഫ്ലെക്സിബിൾ ഉണ്ട്, ആൻഡ് ഫിക്സഡ് ഉണ്ട്, ദെൻ മാനേജർ ഫ്ലോട്ടിംഗ് ഉണ്ട്. ഈ 3 നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിന് കൊടുക്കുക.
നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ വരാൻ പോകുന്ന ചോദ്യമാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതിൻ്റെ ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും, നിങ്ങളോട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഒന്നുകിൽ 3 മാർക്കോ അല്ലെങ്കിൽ 4 മാർക്കായിരിക്കും ഈ ചോദ്യത്തിന് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതൊന്നും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന BOPയും BOTയും തമ്മിലുള്ള ബന്ധമാണ്. എന്താണ് BOP ആൻഡ് BOT? നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യം ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താ, ബാലൻസ് ഓഫ് ട്രേഡ് എന്താ, ഇത് തമ്മിലുള്ള വ്യത്യാസം നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം അവിടെ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. BOPയുടെ കോമ്പണൻസ്, BOTയുടെ കോമ്പണൻസ് നോക്കിയേക്കണം, പരസ്പരം കമ്പയർ ചെയ്യുന്നതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ലാസ്റ്റ് വൺ ഈ പറഞ്ഞിരിക്കുന്ന കറണ്ട് അക്കൗണ്ടിൻ്റെ കോമ്പണൻസ് ആണ്. ഇത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറുണ്ട്, പക്ഷേ വളരെ റയറാണ്. എങ്കിലും ഞാൻ പറഞ്ഞത് മെയിനായിട്ട് ഈ 3 ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കട്ടോ. അപ്പോൾ ഈ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റം അടക്കമുള്ളത് നിങ്ങൾ പഠിക്കുക. ഇത്രയും കാര്യമാണ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാരണം നിങ്ങളുടെ മുമ്പിൽ എല്ലാ വഴികളും തുറന്നു വിടാൻ എജുബോർഡ് തയ്യാറാണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഞാനൊരു ബാച്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ബാച്ചിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഞാൻ മിനിമമാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് മിനിമം എന്ത് ചെയ്യാം, ഒരു 65 മാർക്ക് നിങ്ങൾക്ക് മിനിമം സ്കോർ ചെയ്യാം. അതിൻ്റെ മുകളിലേക്കും സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. നിങ്ങളുടെ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ബൈ.